ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇവർ രണ്ടുപേരും റെഡൊക്കെ ഇട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായി നിൽക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? ക്രിസ്മസ് ആയതുകൊണ്ട്, വേറൊന്നും അല്ല കേട്ടോ. ക്രിസ്മസിന് ഞങ്ങൾ പോകുന്ന എങ്ങോട്ടെന്നറിയോ? അൽസീഫിലേക്ക്. അൽസീഫ് പ്ലസ് ഫെസ്റ്റിവൽ സിറ്റി മോൾ. ഞങ്ങൾ ആദ്യം പോയത് അൽസീഫിലേക്കാണ് കേട്ടോ. കാരണം അൽസീഫിൽ നല്ല തിരക്കായിരിക്കും ഞങ്ങൾക്കറിയാം കേട്ടോ. അതുകൊണ്ട് പിന്നെ ഈ കാണുന്നതാണ് ക്വീൻ എലിസബത്ത് ഷിപ്പ്. അത് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ കിടക്കട്ടോ, പെർമിറ്റ് ഒന്നും കിട്ടാതെ. ആൻഡ് ഫൈനലി വി ആർ ഹിയർ അൽസീഫ്. അൽസീഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദ ടോളസ്റ്റ് ക്രിസ്മസ് ട്രീ അത് ഇവിടെയാണെന്നോ പറയുന്നത്. പക്ഷേ ഇതിനും വലുതാണ് വാഫി മോളിലുള്ളതെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിവേ ഞാനിവിടെ എത്തി. അൽസീഫിൽ ഒന്നും തന്നെ ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ മെയിനായിട്ട് വന്നിട്ടുള്ളത് ഇവിടുത്തെ ക്രിസ്മസ് പോപ്പപ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഇതുപോലെ ഒരുപാട് പരിപാടി നടക്കുന്നുണ്ട്. ക്രിസ്മസിൻ്റെ ഓരോരോ പ്രോഗ്രാംസ് ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ്സം ആയിട്ടുള്ള ഒരു സാൻഡ് ഇവിടെയുണ്ട്. ആസ് യൂഷ്വൽ സാൻഡിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെങ്കിൽ നല്ല തിരക്കാണ് കേട്ടോ. എല്ലാ സ്ഥലത്തുള്ള പോലെ തന്നെ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. നല്ല ടോളായിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ ഇവിടെയുണ്ട്, നല്ല ഭംഗിയുള്ളൊരു ക്രിസ്മസ് ട്രീ. പിന്നെ കിഡ്സിനായിട്ട് ഇവിടെ കുറേ ഏരിയകളുണ്ട് കേട്ടോ. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ക്രിസ്മസ് ഡെക്കോറൊക്കെ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. മെയിൻലി ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ എപ്പോഴും. അൽസീഫിലുള്ള എല്ലാ ക്രിസ്മസ് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പോയിട്ടുള്ള ഫെസ്റ്റിവൽ സിറ്റി മോളിലേക്കാണ് കേട്ടോ. കാരണം അവിടെ ഫയർ വർക്ക് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ഫയർ വർക്ക് കാണാൻ കഴിഞ്ഞില്ല. കാരണം അന്നത്തെ ക്ലൈമറ്റ് നല്ല അല്ലാത്തതുകൊണ്ട് ആ ഫയർ വർക്ക് അവിടെ ക്യാൻസൽ ചെയ്തു. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും അവിടെ ഫയർ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫെസ്റ്റിവൽ മാളിൽ അവിടെ സ്പെഷ്യലായിട്ട് ഒരു ക്രിസ്മസ് മാർക്കറ്റ് തന്നെ അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഫുൾ ഫ്രീ ആണ് കേട്ടോ അവിടെ. പിന്നെ ഇതുപോലത്തെ കുറേ സാധനങ്ങൾ അവിടെയുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഫുഡ് ഐറ്റംസ് കിട്ടുന്ന കുറേ ഷോപ്പ് ഇതിനകത്തുണ്ട് കേട്ടോ. ഈ ഫെസ്റ്റിവൽ സിറ്റി മോളിലെ ക്രിസ്മസ് മാർക്കറ്റിൽ തന്നെ കിഡ്സിനായിട്ട് സ്പെഷ്യൽ ഏരിയ ഉണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഈ ഫെസ്റ്റിവൽ സിറ്റി മോളിലുള്ള ക്രിസ്മസ് മാർക്കറ്റ് കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ കണ്ടിട്ടുള്ളതാണ് വേറൊരു കാഴ്ച. ഐ എം റിയലി ഹാപ്പി ഫോർ ദിസ്. ഞങ്ങളുടെ എത്തിയപ്പോൾ ഭയങ്കര റഷായിരുന്നല്ലോ. അത് മെയിൻലി അവിടെ കൂടുതലായിട്ടുള്ളത് അറബ്സ് ആയിരുന്നു കേട്ടോ. ഇവിടെ എന്താ നടക്കുന്നതെന്നോ എന്താ പരിപാടിയെന്നോ ഒന്നും ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ. പിന്നെയാണ് ഞങ്ങൾ കണ്ടത് ഇത് എക്സ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള TV സീരീസ് അതാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതൊരു റിയാലിറ്റി ഷോ ആണ് കേട്ടോ. അത് ഈ പാട്ടിൻ്റെത്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞ എക്സൈറ്റ്മെൻറ്റ് കാണിക്കാനുള്ളതൊന്നും അറിയില്ലായിരുന്നു. കാരണം ആരാണ് വരുന്നതെന്ന് അറിയില്ല. 3 സീറ്റും അവിടെ കണ്ടു ജഡ്ജസിൻ്റെത്. ആഫ്റ്റർ സം ടൈം ഭയങ്കര ആർപ്പുവിളിയൊക്കെ കിടന്ന് നമ്മുടെ ഡബ്സിയൊക്കെ വരുന്ന എങ്ങനെ ഉണ്ടാവും അതുപോലെ കേട്ടോ. ആൻഡ് മോസ്റ്റ് ഓഫ് പീപ്പിൾ വെയിറ്റ് ചെയ്ത് ആരെയെന്നറിയോ? റഹ്മ, ദ ഇറാഖി സിംഗർ. ഫേമസ് ആയിട്ടുള്ള ഇറാഖി സിംഗർ ഉണ്ടല്ലോ, റഹ്മ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവരെയായിരുന്നു കേട്ടോ. എന്ത് ഗോർജസ് ആണെന്നറിയോ അവർ കാണാൻ തന്നെ. സംഭവം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളും കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു കേട്ടോ. കാരണം സംഭവം നല്ല അടിപൊളിയായിരുന്നു. ലൈഫിൽ ആദ്യമായിട്ടോ ഇതുപോലൊരു TV സീരീസൊക്കെ കാണുന്നത്. അതും അറബിക് സീരീസ് മീൻസ് ദ റിയാലിറ്റി ഷോ. കുറച്ച് നേരം അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു കേട്ടോ. ഇത്രയും ഞങ്ങളൊരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. പിന്നെ ഈ ക്രിസ്മസ് പോപ്പപ്സ് ഒന്നും ആരും മിസ് ചെയ്യല്ലോ. എല്ലാവരും പോയി കാണാൻ കുറേ ഫ്രീ എൻട്രി ഉണ്ട്.